എല്ലാവരും ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. വിഷുവിൻ്റെ അന്ന് കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതാണ് ഒരു റെസ്റ്റോറൻറ്റ് ഉടമ. അതിപ്പോൾ ആകെ കോൺട്രവേഴ്സി ആയി, ജാതിയായി ബഹളായി അയാൾ അറസ്റ്റ് ചെയ്തു. അതിന് ശേഷം അതിൻ്റെ ഒരു പാർട്ട്ണർ വന്ന് സോറി പറഞ്ഞു. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ എന്താ പറയുക, ജാതി മതം അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് അത്രയും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടു കൂടിയിട്ടാണ് നമ്മൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്. അതായത് ഇപ്പോൾ റംസാനും നോമ്പ് തുറക്കൊക്കെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓണത്തിന് വിഷുവിനൊക്കെ അവരെ നമ്മൾ തിരിച്ച് വീട്ടിലും വിളിക്കാറുണ്ട്. ഞാൻ തൃശ്ശൂർക്കാരെയാണ്. ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്മസ് കൂടുതൽ ആഘോഷിക്കുന്നത് ക്രിസ്ത്യൻസിനേക്കാൾ കൂടുതൽ ഹിന്ദുക്കളാണ്. അങ്ങനെ ജാതി മതമൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇതുപോലത്തെ വിയേഡായിട്ടുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നത്. അപ്പോൾ അവർ വന്ന് ക്ഷമ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അബദ്ധത്തിൽ പറ്റിയതാണ്. ഇതൊരു അബദ്ധം എന്ന് പറയാൻ പറ്റൂ. കാരണം എന്താ, ഇതിങ്ങനെ ചെയ്താൽ ഇതിന്റെ ബാക്കി വരുന്ന പരിണത ഫലങ്ങൾ എന്താണെന്ന് ചിന്തിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്ത ആൾക്കാരാണോ നിങ്ങൾ ആലോചിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്രിസ്ത്യൻസിന്റെയോ മുസ്ലിംസിന്റെ ബാൻഡായ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ മുസ്ലിംസിന്റെ ഒരു ആഘോഷത്തിന് അവരുടെ പോസ്റ്ററിൽ നമ്മളൊരു പോർക്കിന്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മളൊരു പോസ്റ്റർ ഇറക്കിയാൽ അവർക്കത് സഹിക്കാൻ പറ്റുമോ? പിന്നെ എന്താ ഉണ്ടാവുക? ബാക്കി ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പിന്നെ പറയണ്ടല്ലോ. ചിന്തിക്കാൻ പറ്റില്ല, ആകെ ബഹളങ്ങളായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ ദൈവങ്ങളെ നമ്മൾ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടിയിട്ടാണ് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നതും നമ്മൾ സന്തോഷമായിട്ടാണ് പോകുന്നത്. ആ സന്തോഷം കെടുത്താനായിട്ട് ഇതുപോലത്തെ വൃത്തികെട്ട കാര്യങ്ങൾ ഇനി മുതൽ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ.